ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ കിറ്റാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണെന്നുള്ളതും അത് എത്ര പീസ് ഉണ്ടാവും, എത്ര ഗ്രാം ഉണ്ടാവും എന്നൊക്കെ ഇതിൽ ഡീറ്റെയിൽസ് ആയിട്ട് ഷിപ്പിംഗ് അടക്കം പറയുന്നുണ്ട്. എത്ര റേറ്റ് പറയുന്നത്, രണ്ട് ഇതായിട്ട് കിറ്റായിട്ടുണ്ട്. കുറച്ച് സാധനങ്ങൾ അധികം ഉള്ളതും ഉണ്ട്, പിന്നെ അല്ലാതെ കുറച്ച് ആയിട്ടുള്ളതും ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് എത്ര ക്വാണ്ടിറ്റി ഉണ്ടാവും, എത്ര പീസ് ഉണ്ടാവും, അത്ര ഉണ്ടാവുമോ, ഇത്ര ഉണ്ടാവും എന്ന് ദയവേതിൽ ചോദിക്കരുത്. അതുകൊണ്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ പറയുന്നത്. കാരണം വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വാട്സപ്പിൽ ചോദിച്ചാൽ മതി. അല്ലാതെ നിങ്ങൾ എത്ര പീസ് ഉണ്ടാവും, എത്ര ഗ്രാം ഉണ്ടാവും എന്നൊക്കെ ചോദിക്കുന്നതിന് മുൻപ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കുക. അപ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കണ്ട. അപ്പോൾ ലൈക്ക് അടിച്ചോളൂ കേട്ടോ. അപ്പോൾ കുറേ ആയി ഇതിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാനും ഒന്ന് രണ്ട് സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നു, പക്ഷേ ആ സാധനങ്ങൾ എത്തിയിട്ടില്ല. എന്നാലും എത്തുന്നതിന് മുന്നേ തന്നെ ഞാൻ ഒരു കിറ്റ് ഇങ്ങനെ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ വേണമെന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിത് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ആദ്യം ചെറിയൊരു കിറ്റ് കാണാം കേട്ടോ. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ളത് കുങ്കുരു ഉണ്ടാവുമല്ലോ, കുങ്കുരു അത് കുറച്ചുണ്ടാവും. അതായത് ഒരു 10 പീസ് ഇതേപോലത്തെ ഇതേപോലത്തെ 10 പീസെങ്കിലും എന്തായാലും ഉണ്ടാവും. 10 12 പീസ് എന്തായാലും ഉണ്ടാവും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഹെഡ് പിന്നും ഉണ്ട്, ഐ പിന്നും ഉണ്ട്. അത് ഗോൾഡും ഉണ്ട്, സിൽവറും ഉണ്ട്. അത് അത്ര പീസ് ഉണ്ട് വെച്ചാൽ ഒരു നിങ്ങൾക്ക് ഒരു 1-2 കമ്മലൊക്കെ ഉണ്ടാക്കാനുള്ള ഹെഡ് പിന്നും ഐ പിന്നൊക്കെയാണ് ഉണ്ടാകുക കേട്ടോ. കണ്ടല്ലോ, ഇത് ഹെഡ് പിന്നും ഐ പിന്നും, ഇതാണ് ഹെഡ് പിന്നും ഐ പിന്നൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഇത് ഗോൾഡും സിൽവറിലും ഉണ്ടാവും. നിങ്ങൾക്ക് 1-2 കമ്മലൊക്കെ ചെയ്യാനുള്ളതേ ഉണ്ടാവുള്ളൂ, അതിൽ കൂടുതലുണ്ടാവില്ല കേട്ടോ. കാരണം നിങ്ങൾക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ആവശ്യത്തിന് യൂസ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ കാണിച്ചിരുന്നത് കേട്ടോ. ഇത്ര കുറച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കടയിലാണെങ്കിലും നിങ്ങൾക്ക് കിട്ടില്ല. ഇത്ര കുറച്ച് ഹെഡ് പിന്നോ ഐ പിന്നോ എവിടെയും കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കിറ്റ് തന്നെ ചെയ്യുന്നത്. കാരണം ഇത് ഇത്ര ഗ്രാം അളവ് ഒന്നും എടുത്തിട്ടില്ല, ഞാനൊരു ഏകദേശം ഒരു ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുണ്ടാവും. പിന്നെ അതുപോലെ കുങ്കുരു ഉണ്ടാവും, കുറച്ച് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഇതൊരു ഫെൽറ്റ് ഷീറ്റാണ്. അപ്പോൾ ഇത് ബ്ലാക്ക് കളർ തന്നെ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. ഇത്ര പോകുന്ന ഫെൽറ്റ് ഷീറ്റാണ് കേട്ടോ. ഇത് കണ്ടല്ലോ, ഇത്ര വലുപ്പേ വരുന്നുള്ളൂ. അത് നിങ്ങൾക്ക് ഇതിലൊക്കെ ചെയ്യാൻ സ്റ്റഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കാനും. പിന്നെ ഞാൻ മേക്കിംഗ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റെഡ് വെച്ചിട്ടൊരു അലിഗേറ്റർ ക്ലിപ്പ് വെച്ചിട്ട് ക്ലിപ്പ്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ബ്ലാക്ക് ഫെൽറ്റ് ഷീറ്റ്. ബ്ലാക്ക് തന്നെ ആണെന്നില്ല, എൻ്റെ അടുത്ത് ഏത് കളറാണ് സ്റ്റോക്ക് ഉള്ളത് അതുണ്ടാവും. ഫസ്റ്റ് 1-2 പേര് 3-4 പേര് ഓർഡർ ചെയ്യുന്നവർക്കൊക്കെ ബ്ലാക്ക് കിട്ടും കേട്ടോ. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലുള്ളവർക്കൊക്കെ ബ്ലാക്ക് കിട്ടും, അതുണ്ടാവും. പിന്നെ നമ്മൾ വന്നിട്ടുള്ളത് ഇതാണ് ജിമിക്കിയുടെ മോൾഡ്. അതായത് ജിമിക്കിയുടെ മോൾഡ് ഒരു പെയറായിട്ടുണ്ടാവും. അതുപോലെ തന്നെ സ്റ്റഡിൽ ടൈപ്പ് വരുന്നത് ഗോൾഡും സിൽവറും ഉണ്ട്. അത് 2 എണ്ണം, അതായത് ഒരു പെയർ 2 പെയർ ഗോൾഡും 2 പെയർ സിൽവറും. പിന്നെ ഈ ഹുക്ക് ഉണ്ടാവുമല്ലോ, നമ്മളെ ഈ ചോദ്യചിഹ്നം പോലത്തെ ഒരു ഹുക്ക്, ഇതും കമ്മൽ ചെയ്യുന്ന തന്നെയാണ്. ഇതിൽ സിൽവർ ഒരു ജോഡി ഉണ്ടാവും, അതായത് ഒന്നുണ്ടാവും, ഗോൾഡ് ഒന്നുണ്ടാവും. അങ്ങനെ 2 എണ്ണം അതും. പിന്നെ ഇത് 3 കമ്മലും. പിന്നെ ഈ സ്റ്റഡ് വരുന്നത് 4 എണ്ണം വെച്ചിട്ട് ചെയ്യാനുണ്ടാവും. അതായത് ടോട്ടൽ 4 കമ്മൽ. അപ്പോൾ അതിനുള്ള ഈ ബാക്ക് ത്രെഡും, അതായത് ബാക്കിൽ ഈ റബ്ബർ പീസും അതിനനുസരിച്ചുള്ളത് ഉണ്ടാവും. ഇതാണ് ജിമിക്കിയുടെ മോൾഡ് വരുന്നത് കേട്ടോ, ജിമിക്കി ചെയ്യുന്ന മോൾഡ്. അപ്പോൾ അതും ഉണ്ടാവും. ഓക്കെ. പിന്നെ ഇതുപോലത്തെ ബീഡ്സിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. കാരണം നിങ്ങൾ പറയുകയാണെങ്കിൽ, കസ്റ്റമൈസ്ഡ് പറയുകയാണെങ്കിലാണ് ഞാൻ ഏത് കളറാണ് അല്ല നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടുന്നത് അതായിരിക്കും വെക്കുക. ഇതാണ് 6 കളറാണുള്ളത്: യെല്ലോ, റെഡ്, ഗ്രീന്, പിങ്ക്, മജന്ത, ബ്ലൂ, സ്കൈ ബ്ലൂ. ഇത്രയും കളേഴ്സാണുള്ളത്. അത് നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുക. ഓക്കെ. അപ്പോൾ ഇതൊരു പാക്കറ്റ് ഉണ്ടാവും. പിന്നെ ബാക്ക് ത്രെഡ്, ഞാൻ പറഞ്ഞല്ലോ ബാക്ക് ത്രെഡ്, ഇതുണ്ടാവും. ഓക്കെ. പിന്നെ ഇത് വന്നിട്ടുള്ള നമ്മൾ ഗോൾഡൻ കരിമണി ചെയ്തിട്ടില്ല, അതിൻ്റെ ഫുൾ പാക്കറ്റില്ല, അതിൻ്റെ ഹാഫേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഫുൾ പാക്കറ്റാണ് ഇത്ര വരുന്നുണ്ട്. ഇത് ഹാഫേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ റേറ്റ് കുറച്ചിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇത്ര ഇത് ഹാഫേ ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് 2 അലിഗേറ്റർ ക്ലിപ്പ് ഉണ്ടാവും. അലിഗേറ്റർ എന്ന് വെച്ചാൽ ഗോൾഡ് സിൽവർ അല്ല, ഇതൊരു പെൻസിൽ കളറാണ് കേട്ടോ. ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഒരു അലിഗേറ്റർ ക്ലിപ്പ് വെച്ച് ചെയ്തിട്ട്, ഞാൻ സ്റ്റോൺ ചെയിനൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് ഞാൻ എൻ്റെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് സിൽവറും ഇല്ല ഗോൾഡും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇഷ്ടം. ഇത് 2 പീസ് ഉണ്ടാവും. അത് ചെയ്യാൻ തന്നെ നിങ്ങൾക്ക് ടോട്ടലി 6 പീസ് കേട്ടോ. അവിടെ ബാക്കി നോക്കട്ടെ. ടോട്ടൽ 6 പീസല്ല, 4 പീസാണ് കേട്ടോ. എനിക്ക് മാറിപ്പോയതാണ്. 4 പീസാണ് കേട്ടോ. ഈ 4 പീസ് ഗോൾഡൻ അല്ല, റോസ് ഇതും ഉണ്ടാവും. പിന്നെ നമ്മൾ ഗിയർ വെയർ റോളായിട്ടല്ല കൊടുക്കുന്നത്, കുറച്ച് അതായത്
റേറ്റ് കൂടിയതാണ് നമ്മൾ റോളായിട്ട് കൊടുക്കുന്നത്. മറ്റേ കിറ്റിൽ ഞാൻ കാണിച്ചു തരാം. ഇതിൽ 2.5 മീറ്ററാണ് ഉണ്ടാവുക കേട്ടോ. 2.5 മീറ്റർ ഗിയർ വയർ ഉണ്ടാവും. അത് ഗോൾഡാണ് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ സ്റ്റോൺ ചെയിൻ അധികം വേണമെന്നുള്ളവർ പറയണം. അതിൻ്റെ ക്യാഷ് എക്സ്ട്രാ ആക്കും. ഇത് സ്റ്റോൺ ചെയിൻ സിൽവറിലാണ് വരുന്നത്. എൻ്റെ അടുത്ത് ഏതാ സ്റ്റോക്കുള്ള അത് വെക്കും. എന്തായാലും സ്റ്റോൺ വൈറ്റ് തന്നെ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ അടിഭാഗം ചിലപ്പോൾ ഗോൾഡ് ആയിരിക്കും, ചിലപ്പോൾ വൈറ്റ് ആയിരിക്കും. ഏതാണെന്നുള്ളത് അനുസരിച്ച് വെക്കും. അപ്പോൾ ഇതൊരു മീറ്റർ ഉണ്ടാവും. അതിൻ്റെയൊക്കെ നമ്മൾ ഓരോന്ന് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാണ് നമുക്ക് മാലയുടെ പിടി, അത് കാണിച്ച. അതിന് മുൻപായിട്ട് ഇതിൽ നമുക്ക് കരിമണിയുടെ 2 ബിഗും സ്മാളും എന്താ പറയുക, ഓരോ സ്ട്രിങ് വീതം ഉണ്ടാവും കേട്ടോ. അതായത് 4 mm-ൻ്റെയും 6 mm-ൻ്റെയും ഇതിലുണ്ടാവും. 4 mm ആണോ 3 ആണോ തോന്നുന്നു കേട്ടോ. 3 തോന്നുന്നു, 3 4 2 സൈസ് ഓരോ സ്ട്രിങ് വീതം ഉണ്ടാവും. പിന്നെ എന്തെങ്കിൽ നിങ്ങൾക്കിതിൽ കണ്ടാൽ മനസ്സിലാവും. ഇതിൽ ഗോൾഡും ഉണ്ട്, സിൽവറും ഉണ്ട്, ജംപ് റിങ്സ്, അതുപോലെ തന്നെ ഗിയർ ലോക്കും ഉണ്ട്. ഗോൾഡും സിൽവറും ഉണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല. കണ്ടോ, ഉണ്ടല്ലോ. ഇതിൽ ഗോൾഡുണ്ട്, ജംപ് റിങ്സ് ഗോൾഡും സിൽവറും ഉണ്ട്. അതുപോലെ തന്നെ ഗിയർ ലോക്കും ഉണ്ട്, ഗോൾഡും സിൽവറും. ഇത് എത്ര ക്വാണ്ടിറ്റി എന്നില്ല. ഇതിലാവശ്യത്തിന് നിങ്ങൾക്ക് ഇതിൽ വെച്ചിട്ട് മെറ്റീരിയൽസ് ചെയ്യാൻ വെച്ചിട്ട്, കാരണം ഇത്ര കുറച്ചിട്ട് നിങ്ങൾക്ക് ഗിയർ ലോക്കോ ജംപ് റിങ്സോ എവിടെയും കിട്ടില്ല, കടയിലാണെങ്കിലും എവിടെയാണെങ്കിലും. കാരണം വെച്ചാൽ അതിനോണ്ടാണ് ഞാനിങ്ങനെ കിറ്റ് തന്നെ ചെയ്യുന്നത്. നമ്മളിത് ഗ്രാം അളവിൽ എടുക്കുമ്പോൾ നല്ല റേറ്റ് വരും. അപ്പോൾ അതുകൊണ്ട് ടോട്ടലായിട്ട് എടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്കിത് ചെയ്ത് പഠിക്കാൻ, നിങ്ങൾ ആവശ്യത്തിന് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് 2ലും ഉണ്ട് ഗിയർ ലോക്ക് വരുന്നത്, ജംപ് റിങ്സും ഉണ്ട്. പിന്നെ ഇതാണ്. പിന്നൊരു കാര്യം, നിങ്ങൾ കസ്റ്റമൈസർ ചെയ്ത്, അതായത് കസ്റ്റമൈസറായിട്ട് തന്നെ നിങ്ങൾക്ക് ലെറ്റർ ബീഡ് കസ്റ്റമൈസറായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഏതാ പേര് പറയുന്നത്, നിങ്ങൾക്ക് ഒരു പേര് കേട്ടോ, അതായത് നിങ്ങളെ മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ യൂസ് ആക്കാൻ ഒരു പേര് പറയുന്നത്, അത് ഞാൻ ഏതാണെന്ന് വെച്ചാൽ ആ ഒരു പേരിൻ്റെ ലെറ്റർ നിങ്ങൾക്ക് സെലക്ട് ആക്കി തരും. മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ ഏതാ ചൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഏതാ വേണ്ടത്, അത് ഞാൻ നിങ്ങൾക്ക് സെലക്ട് ആക്കി തരും. മനസ്സിലായോ? നിങ്ങളിപ്പോൾ ഒരു, എൻ്റെ മോളെ പേര് സഫ ഫസ്രിൻ എന്നാണ്. അപ്പോൾ അതിൻ്റെ ലെറ്റേഴ്സ് മാത്രം നിങ്ങൾ ലെറ്റർ അതായത് എഴുതി വിട്ടെന്നാൽ മതി. എത്ര ലെറ്റർ, ചിലപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് സ്പെല്ലിങ് മാറിപ്പോകുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇതായിട്ട് ലെറ്റർ ബീഡായിട്ട് നിങ്ങൾക്ക് അതിലുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഹാഫ് ബീഡിൽ 3 ഐറ്റം ഉണ്ടാവും. അതായത് 5 mm-ൻ്റെ ഒരു ഹാഫ് ബീഡ് ഉണ്ടാവും, 8 mm-ൻ്റെ ഹാഫ് ബീഡ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഗോൾഡിന് 5 mm-ൻ്റെ ഒരു ഹാഫ് ബീഡ് ഉണ്ടാവും കേട്ടോ. അതൊക്കെ കുറേശ്ശേ ഉള്ളൂ. നിങ്ങൾക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാനാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ ലെറ്റർ ബീഡ് നിങ്ങൾക്ക് സെലക്ട് ആക്കാം. അല്ല നിങ്ങൾക്ക് ഈ ലെറ്റർ ബീഡും വേണ്ട, അതിന് പകരം ഹാങ്ങിങ് ലെറ്റർ ബീഡ് മതി എന്നുണ്ടെങ്കിൽ അതും ഞാൻ സെലക്ട് തരും. നിങ്ങൾ ഓക്കെ. പിന്നെ നമ്മൾ ബാംഗിൾസ് നിങ്ങൾ സൈസ് കണക്കാക്കുക. ഇതിപ്പോൾ ഞാൻ 2-2-ൻ്റെ എടുത്തിട്ടുള്ളത്. 4 ബാംഗിൾസ് ഉണ്ടാവും, 2 ഗോൾഡും 2 ഇതുപോലത്തെ പെൻസിൽ കളറും അതും ഉണ്ടാവും. പിന്നെ നമുക്ക് ബ്രേസ്ലെറ്റ് ചെയിൻ വരുന്നതിൽ എന്താ പറയുക, ഒരു ഗോൾഡും ഒരു സിൽവറും ഉണ്ടാവും. 2 ബ്രേസ്ലെറ്റ് ചെയിൻ അങ്ങനത്തെ വരുന്നതുണ്ട്. പിന്നെ 2 പിരിപിരി, നമ്മൾ മാല ഉണ്ടാക്കുന്നതിന് പിരിപിരി 2 ഉണ്ടാവും. പിന്നെ ടോട്ടൽ 6 ഫിഷ് കുളത്തുണ്ടാവും. അതായത് 4 എന്താ പറയുക ഗോൾഡും 4 സിൽവറും ഉണ്ടാവും. ഓക്കെ. പിന്നെ ഇതിൽ വന്നിട്ടുള്ളത് ടോട്ടൽ എന്താ പറയുക, പിന്നെ ഇതിൽ 4 10 mm-ൻ്റെ വൈറ്റ് ബീഡ് ഉണ്ടാവും. അത് ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കുറേ പേരൊക്കെ കണ്ടിട്ട് അതിൻ്റെ കൂടി കിറ്റ് ഉൾപ്പെടുത്തുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അലിഗേറ്റർ ക്ലിപ്പിൽ ആർക്കും ചെയ്തെടുക്കാൻ, സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ക്ലിപ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 1 വീക്ക് മുൻപ്, ഒരു 1.5-2 ആഴ്ച മുൻപിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അത് കണ്ടു നോക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് ഇത്. സ്റ്റോൺ ചെയിൻ അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ഇറക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു 4 ഉണ്ടാവും. അതുപോലെ തന്നെ ദ ബിഗ് സ്റ്റാർ 1 2 3 ഒരു 3-4 ബിഗ് സ്റ്റാർ ഉണ്ടാവും. 4-5 ഉണ്ടാവും. 5 ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള ചെറിയ നമുക്ക് ഇതിൽ ഭാഗത്ത് വെക്കേണ്ട, അതായത് ഞാൻ ആ വള ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, കത്തി കൊണ്ട് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് വള. അപ്പോൾ അതിൻ്റെ മേക്കിംഗ് സാധനമാണ് കാര്യമായിട്ട് ഇതിലുള്ളത് കേട്ടോ. എൻ്റെ ടോട്ടൽ 22 ഗ്രാമിൻ്റെ അടുത്തുണ്ട്. 22 ഗ്രാമിലേറെ എന്തായാലും ബീഡ്സ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിനനുസരിച്ചുള്ളത്. പിന്നെ അതുപോലെ മിഠായിയുടെ ക്യാൻഡി ടൈപ്പ് ബീഡ്സ് 2 ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇത് ഹാർട്ട് ഷേപ്പ് വരുന്നത് 2-3 ഉണ്ടാവും. പിന്നെ ചെറിയ സ്റ്റാർ വരുന്ന ഇതുണ്ടാവും. പിന്നെ 10 mm-ൻ്റെ ഗ്ലാസ് ബീഡ്സും ഉണ്ടാവും. പിന്നെ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ അടുത്ത് സ്റ്റോക്കില്ല, ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ളത്. അതിന്നാണ് ഞാൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിരുന്നത്. ഇത് ഗ്രാമളവിൽ എൻ്റെ അടുത്ത് എടുക്കാനുള്ള കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് സെലക്ട് ചെയ്തത്. നമുക്ക് ഈ വള വെച്ചിട്ട് ചെയ്യാനുള്ളതാണ് ഞാനത് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഷിപ്പിംഗ് ഇൻക്ലൂഡഡ് ആയിട്ട് ചാർജ് റേറ്റ് വരുന്നത് നമുക്ക് ഷിപ്പിംഗ് ഇൻക്ലൂഡഡ് ആയിട്ട് റേറ്റ് വരുന്നത് 375 രൂപയാണ് ഈ കിറ്റിന് റേറ്റ് വരുന്നത് കേട്ടോ. ഇനി മറ്റേ കിറ്റിൻ്റെ കാര്യങ്ങൾ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ബെറ്റർ, നിങ്ങൾക്ക് ഏതാ നല്ലതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതൊരു സെലക്ട് ചെയ്യാമല്ലോ.
പിന്നെ വീഡിയോ ലെങ്ത്തായിരുന്നു പോയിട്ട് കരുതിയിട്ട് ആരും സ്കിപ്പ് ചെയ്യാണ്ടോ അല്ലെങ്കിൽ ഫുള്ള് കാണാതെ പോകാനിരിക്കേണ്ട. കാരണം ഇതിൽ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്, അതുകൊണ്ടാണ് വീഡിയോ ഇത്ര ലെങ്ത് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതിലും ഞാൻ കാര്യങ്ങൾ പറയാൻ മറ്റതിലും അത് എന്തൊക്കെയാണെന്നല്ലേ കണ്ടു നോക്കൂ കേട്ടോ. ഇനിയിപ്പോൾ ഈ കിറ്റ് നോക്കുക. ഈ കിറ്റിലും സെയിം സാധനം തന്നെയാണ് ഉള്ളത്. നമ്മൾ നേരത്തെ കാണിച്ചെന്ന പോലെ തന്നെ 4 വൈറ്റ് 10 mm ബീഡ്സ് നമ്മൾ അല്ലാത്തൊക്കെ സെയിം തന്നെയാണ് ഇതിലുള്ളത് കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് ഗിയർ വെയറിൻ്റെ ഒരു റോളാണ് ഉണ്ടാകുക. അപ്പോൾ അതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്, അതായത് ഈ കിറ്റിന് റേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇതൊരു പീസ് ഒരു പാക്കറ്റായിട്ടാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ കരിമണിയുടെ ഇത് സെയിം തന്നെയാണ് കേട്ടോ, കാരണം ബിഗൊന്നും ചെറുതൊന്നും. പിന്നെ ഇതും സെയിം തന്നെയാണ് വരിക. നമ്മൾ അതിൽ കാണിച്ച എല്ലാ സാധനങ്ങളും ഇതിലുണ്ട്, അതായത് ഹെഡ് പിന്ന്, ഐ പിന്ന്, കുങ്കുരു ഒക്കെ ഇതിലുണ്ട് കേട്ടോ. അതിൽ കാണിച്ച തന്നെയാണ് ഇതിലുള്ളത്. പിന്നെ എക്സ്ട്രാ വരുന്നത് എന്താ വെച്ചാൽ ഇതിൽ നമുക്ക് പാദസാരത്തിൻ്റെ ഒരു എന്താ പറയുക ഈ ഹുക്ക് ഉണ്ടാവുമല്ലോ, ഇതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പാദസാരം ചെയ്യുന്ന ഈ ടൈപ്പ്, അതായത് ഈ കട്ടിങ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് വേറെ ടൈപ്പ് കട്ടിങ് ഇതാണ്. കാണുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ സാധാ നോർമൽ റൗണ്ട് ടൈപ്പ് അല്ല, ഇതിൽ വേറെ കട്ടിങ്ങാണ് വരുന്നത്. ഇത് പാദസാരം ഉണ്ടാക്കുന്ന ഇതാണ്. ഇതൊരു സ്ട്രിങ് ഉണ്ടാവും, അതുപോലെ പാദസാരത്തിൻ്റെ ഒരു കുളത്തുണ്ടാവും. അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഗോൾഡ് ആണോ സിൽവർ ആണോ നിങ്ങൾ പറയണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കൈ കിട്ടുന്ന ഏതാ അത് വെക്കും. ഓക്കെ. പിന്നെ ഇതിൽ തന്നെ കാണുന്ന പോലെ തന്നെ നമുക്കൊരു ഫെൽറ്റ് ഷീറ്റ് ഉണ്ടാവും. ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ അത് ആരാ ഫസ്റ്റ് ഓർഡർ ചെയ്യുന്ന അവർക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ ഇതും ഉണ്ടാവും. ഇതും കഴിഞ്ഞതിലുണ്ടായിരുന്നു. പിന്നെ അതിൽ പെടാത്ത സാധനങ്ങളാണ് ഇത്. അതായത് ഇതുപോലത്തെ ഒരു റെയിൻബോ തീമിൽ വരുന്ന ഒരു സ്റ്റോൺ ഉണ്ട്, അത് എക്സ്ട്രാ വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതാണ് ഒരു പെയറായിട്ട് സമൂസ ഉണ്ടാവും. നമുക്ക് സാരി ചെയിനൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സമൂസ. പിന്നെ നമ്മൾ പാലക്കയുടെ ലോക്കറ്റ്, ഇതുപോലത്തെ ചെറിയ മക്കൾക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാലക്കയുടെ ലോക്കറ്റ്. പിന്നെ ഇത് നമുക്ക് പാലക്കയൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. എന്തിനൊക്കെ മേക്കിംഗ് വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ഇതൊരു 10 പീസ് ഉണ്ടാവും, ഇങ്ങനത്തെ ഒരു 10 പീസ്. അതുപോലെ തന്നെ ബെൻഡ് പൈപ്പ്, ഇത് ചെറിയ ബെൻഡ് പൈപ്പാണ്, ഇതും നമുക്ക് 10 പീസ് ഉണ്ടാവും. ഓക്കെ. ഇത് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ. അതിൽ നമ്മൾ മറ്റേ കിറ്റിൽ ഉൾപ്പെടുത്താത്ത സാധനമാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് കുറച്ച് റേറ്റ് കൂടുതലാണ് കേട്ടോ. അതിൽ ഉൾപ്പെടുത്താത്ത സാധനങ്ങൾ ഇതിലുണ്ടായതുകൊണ്ട് കുറച്ച് റേറ്റാണ്. പിന്നെ ഇത് എക്സ്ട്രാ വരുന്നുണ്ട്, ഇത് എക്സ്ട്രാ വരുന്നുണ്ട്, ഇതും എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ റേറ്റ് കുറച്ച് കൂടുതലാണ്. പിന്നെ നമുക്ക് ബാംഗിൾസ്. അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ബാംഗിൾസ് കളർ പോകും. ഞാനിപ്പോൾ 2 പ്രാവശ്യം ഇട്ട് യൂസാക്കി, നല്ലോണം വെള്ളം നനഞ്ഞിട്ടുണ്ട്. കാരണം എൻ്റെ ഇവിടെ വീട്ടിൽ തന്നെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിതൊന്ന് യൂസാക്കി, ഞാൻ ഇട്ടിട്ട് നിങ്ങൾക്ക് പറയണമല്ലോ, റിവ്യൂ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ യൂസാക്കിയാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് കളർ ഞാനിപ്പോൾ വെള്ളം നല്ല പാത്രം മോറാനുണ്ടായിരുന്നു, പക്ഷേ അതിലൊന്നും തട്ടിയിട്ടൊന്നും കളർ ഇളകിയിട്ടില്ല. ഞാൻ പറഞ്ഞു 2 പ്രാവശ്യം കുറച്ച് നേരം ഇട്ടിട്ടുള്ളൂ, കാതൊരു രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇട്ടിട്ടൊന്നുമില്ല, ഒരു 3 മണിക്കൂറൊക്കെ ഞാനിത് യൂസാക്കിയിട്ടുള്ളൂ. എന്നിട്ട് കളർ ഇളകിയിട്ടില്ല കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ കാണിച്ചെന്ന പോലെ തന്നെ അതിലത്തെ പോലെ തന്നെ ഇതിലൊരു പാക്കറ്റ് വരുന്നുണ്ട്. ഇതിൽ കളർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പിന്നെ മറ്റതിൽ കാണിച്ചെന്ന പോലെ തന്നെ 2 പിരി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ജിമിക്കിയുടെ മോൾഡ് ഉണ്ട്. പിന്നെ മറ്റതിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്റ്റഡുകൾ ഗോൾഡ് 2 എണ്ണം ഉണ്ടാവും. അതായത് 2 ജോഡി, സിൽവർ 2 ജോഡി. പിന്നെ ഒരു ഇതും ഈ ഹുക്ക് പോലത്തെ അതും 2 ജോഡിക്ക് ഉണ്ടാവും. പിന്നെ ഇതിലും തന്നെ ഫിഷ് കുളത്തുണ്ട്. മറ്റത് കാണിച്ചാൽ ഞാൻ ഒന്നിലിട്ടതാണ് കേട്ടോ. ഇതാണ് നമ്മൾ ബ്രേസ്ലെറ്റിൻ്റെ കുളത്തിന് ഗോൾഡ് ഒന്നും സിൽവർ ഉണ്ടാവും. സിൽവർ ഇതിലുണ്ട്. ഗോൾഡ് സിൽവർ. പിന്നെ ഫിഷ് കുളത്ത് 4 ഗോൾഡും 4 സിൽവറും പിന്നെ ജംറിങ്സും പിന്നെ ഗിയർ ലോക്കാണ്, അത് ഗോൾഡും സിൽവറും ഉണ്ടാവും കേട്ടോ. ഇതൊക്കെ സെയിം തന്നെയാണ്, മറ്റേതുള്ളതിൽ തന്നെ സെയിം തന്നെയാണ്. പിന്നെ ഇതും തന്നെ നമ്മൾ കസ്റ്റമൈസർ ചെയ്തിട്ട് നിങ്ങളോട് പറഞ്ഞ ലെറ്റർ ബീഡ് അതെന്താ നിങ്ങൾ സെലക്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഹാഫ് ബീഡ് 8 mm 5 mm ഗോൾഡനും ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് മറ്റേതിൽ കാണിച്ചെന്ന പോലെ തന്നെ ഈ 4 ഇത് വരുന്നുണ്ട്. പിന്നെ 2 കളികെട്ടർ ക്ലിപ്പ് ഈ കളറേ ഉള്ളൂ. പിന്നെ സ്റ്റോൺ ചെയിൻ ഇതാണ് എൻ്റെ അടുത്ത് ഞാൻ ഇത് കാണിച്ചത്. ഇതോ ഒന്നെങ്കിൽ ഇതായിരിക്കും അല്ലെങ്കിൽ മറ്റേ സിൽവർ ആയിരിക്കും ഞാൻ വിൽക്കുക കേട്ടോ. ഇത് 1 മീറ്റർ. അപ്പോൾ ഇതിന് ഷിപ്പിംഗ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ചാർജ് വരുന്നത് 600 രൂപയാണ് വരുന്നത് കേട്ടോ. മറ്റേതിനെക്കാട്ടിലും കുറച്ച് റേറ്റ് കൂടുതലാണ്, കാരണം കുറച്ച് ഐറ്റംസ് അധികം ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതും റേറ്റ് ഉണ്ട്. അതാണ് അതിലില്ലാത്ത സാധനങ്ങളെന്ന് പറയാൻ പ്രത്യേകിച്ച് ഇതും ഈ 3 സാധനങ്ങളാണ്. പിന്നെ ഇതിലാണ് നമ്മൾ പഴയ കിറ്റിലില്ലാത്ത സാധനങ്ങൾ ഇതേ ഉള്ളൂ കേട്ടോ. 1 2 അത്രയും സാധനങ്ങളാണ്, അതുകൊണ്ട് തന്നെ റേറ്റ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കാ എന്താ വേണ്ടത് വെച്ചാൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയക്കുക. കിറ്റ്, അതായത് ജ്വല്ലറി മേക്കിംഗ് കിറ്റ്, അതിൻ്റെ റേറ്റിൽ ഏതൊരു കിറ്റാണ് വേണ്ടതെന്ന് അത് എഴുതി വിടുക. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്താണ് ആഡ് ആക്കേണ്ടത് വെച്ചാൽ അത് ആഡ് ആക്കാം കേട്ടോ. അതിന് എക്സ്ട്രാ ഷിപ്പിംഗ് ഒന്നും ആഡ് ആക്കുന്നില്ല, കാരണം നല്ല വെയിറ്റുള്ള സാധനങ്ങളല്ലേ. വലിയ പാക്കറ്റായിട്ട് എടുക്കുന്നൊക്കെ വെയിറ്റ് കൂടും, അപ്പോൾ അതിന് ഷിപ്പിംഗ് വരും. അല്ല ചെറിയ ചെറിയ സാധനങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അതും
ഇതിൽ ഉൾക്കൊള്ളിക്കുന്നതാണ്. അതിന് എക്സ്ട്രാ ഷിപ്പിംഗ് ഒന്നും ചാർജ് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ചൂസ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് വെച്ചാൽ നിങ്ങൾ എൻ്റെ ഒരു ഏകദേശ കണക്ക് പ്രകാരം ഞാൻ വെച്ചിട്ടുണ്ട്. ഞാനൊരു മാല കൂടി ചെയ്യാനുള്ളതാണ് കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ മാല കിട്ടാത്തതുകൊണ്ടാണ് വെയിറ്റ് ചെയ്തിരിക്കേണ്ടതെന്ന് കരുതി കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവരെ മടുപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചെയ്തത്. ഇനി ആ മാല വരുവോളൂ എന്നാ വരിക എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം അവരെ കയ്യിലെത്തിയാലേ ഞാൻ വാങ്ങും. അപ്പോൾ ഉറപ്പ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം ഇതിൽ നിങ്ങൾക്ക് ഏതൊക്കെയാണ് വേണ്ടതും അതിൻ്റെ കൂടെ എക്സ്ട്രാ പിന്നെ ഒരു കാര്യം, ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് നമ്മൾ സാരി ചെയിൻ്റെ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 3 ലെയർ കരിമണിയുടെ തന്നെ സാരി ചെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമുക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നു 3 ലെയർ സ്മാള് ബീഡായിരുന്നു. സ്മാള് ക്രിസ്റ്റൽ ബീഡ്സ് ആയിരുന്നു, ബ്ലാക്ക്. പിന്നെ ഗോൾഡ് നിങ്ങൾ ഇതിലൊക്കെ വാങ്ങുമ്പോൾ ഗോൾഡ് എന്തായാലും വരും. പിന്നെ സമൂസ ഇത് വാങ്ങണമെങ്കിൽ സമൂസ ഉണ്ടാവും. പിന്നെ ബാക്ക് ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ കിറ്റിൻ, അതായത് ആ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനം വേണം. അതായത് സമൂസ എക്സ്ട്രാ ഒരു ജോഡി കൂടിയും, ബാക്ക് ത്രെഡ് ഒരു ജോഡി കൂടിയും, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ലെയർ, ആ 3 ലെയറും വേണമെന്നുണ്ടെങ്കിൽ 120 രൂപ എക്സ്ട്രാ ആഡ് ആക്കണം. കാരണം അതിന് 3 ലെയർ നമുക്ക് ബ്ലാക്ക് ചെയിൻ തന്നെ വരുന്നുണ്ട്. ക്രിസ്റ്റൽ ബീഡ്സ് 3 ലെയർ വരുന്നുണ്ട്. അപ്പോൾ 3 സ്ട്രിങ് തന്നെ വേണം. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഒരു സമൂസ ഒക്കെ വേണമല്ലോ. അപ്പോൾ അതിൻ്റെ ചാർജാണ് എക്സ്ട്രാ വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക, വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക, വിളിക്കാൻ നിൽക്കേണ്ട. ഞാൻ ഫ്രീ ആണെന്നനുസരിച്ച് റിപ്ലൈ തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ എഴുതി അറിയിക്കുക കേട്ടോ. എന്താണ് ഈ വീഡിയോക്ക് നിങ്ങൾക്ക് ലിങ്ക്, അതായത് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊക്കെ ഒന്ന് കാര്യങ്ങൾ ഒന്ന് പറയാം കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ്. മേക്കിംഗ് വീഡിയോസ് ഉടനെ അപ്ലോഡ് ആക്കുന്നുണ്ട്. ഓരോന്ന് 1 by 1 ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.